മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനം KSRTC ബസിന് കുറുകെ നിർത്തി നടു റോഡിൽ നടത്തിയ അഭ്യാസ പ്രകടനങ്ങൾക്ക് ശേഷം ബസ് യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഇറക്കിവിടുമ്പോൾ MLA സച്ചിൻ ദേവ് ഒരു ഗുണ്ടയെ പോലെ ആയിരുന്നെന്നാണ് യാത്രക്കാർ പറയുന്നത്. തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന സൂപ്പർഫാസ്റ്റ് ബസിന് മുൻപിലാണ് മേയറുടെയും ഭർത്താവ് MLAയുടെയും തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം അഭ്യാസ പ്രകടനം നടത്തിയത്. യഥാർത്ഥ സംഭവം ബസ് യാത്രക്കാരായ 12 പേരാണ് നേരിൽ കാണുന്നത്. തൃശൂരിൽ നിന്നും തിരുവനന്തപുരം വരെ റിസർവേഷനിൽ യാത്ര ചെയ്തവരാണിവർ. സംഭവത്തോടെ KSRTC റിസർവേഷനിൽ വന്ന യാത്രക്കാരെ പെരുവഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഈ യാത്രക്കാരോട് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ കാര്യങ്ങൾ തിരക്കിയിരുന്നു. റിസർവേഷൻ ചാർട്ട് KSRTCയിൽ നിന്നും വാങ്ങി ഓരോ യാത്രക്കാരനെയും നേരിട്ട് വിളിച്ച് കാര്യം തിരക്കുകയാണ് ഗണേഷ് കുമാർ ചെയ്തതെങ്കിലും അതിന്റെ ഒരു ഗുണവും നിരപരാധിയായ ഡ്രൈവർക്ക് ഉണ്ടായിട്ടില്ല. ഓരോ യാത്രക്കാരനും മന്ത്രിക്ക് നൽകിയത് ഒരേ മറുപടിയായിരുന്നു. മേയറും സംഘവും മുട കാണിച്ചതാണ്. ഡ്രൈവറെ പ്രകോപിപ്പിക്കുകയാണ് മേയർ ചെയ്തതെന്ന്. തങ്ങൾ ബുക്ക് ചെയ്ത് നടത്തിയ യാത്ര പൂർത്തിയാക്കാനായില്ല എന്ന പരാതിയും യാത്രക്കാർ പറഞ്ഞിട്ടുണ്ട്. യാത്ര അവസാനിക്കാൻ കിലോമീറ്ററുകൾ മാത്രം ബാക്കിയായിരിക്കെ തങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിടുകയാണ് MLA സച്ചിൻ ദേവ് ചെയ്തതെന്നും യാത്രക്കാർ പരാതിയിൽ പറയുന്നുണ്ട്. MLA ബസ്സിൽ കയറി വന്നാണ് യാത്രക്കാരെ ഇറക്കിവിട്ടത്. തുടർന്ന് കണ്ടക്ടർ സീറ്റിലിരുന്ന് കാലിന്മേൽ കാല് കയറ്റി വെച്ചാണ് ഉത്തരവിട്ടത്. എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നും ബസ് ഇനി അനങ്ങില്ലെന്നുമാണ് യാത്രക്കാരോട് പറഞ്ഞത്. MLAക്ക് അപ്പോൾ ഒരു 4ാം കിട ഗുണ്ടയുടെ ശരീരപ്രകൃതമായിരുന്നു ഉണ്ടായിരുന്നതെന്നും യാത്രക്കാർ കുറ്റപ്പെടുത്തുന്നുണ്ട്. റിസർവേഷൻ ചെയ്ത് ആ ബസ്സിൽ യാത്ര ചെയ്ത ഒരു യാത്രക്കാരൻ പോലും ഡ്രൈവർക്കെതിരെ ഒരു വാക്കുപോലും പറയുന്നില്ല. അതേസമയം ബസ്സിനുള്ളിലെ CCTVയുടെ മെമ്മറി കാർഡ് കാണാതായതോടെ കേസിലെ നിർണായക തെളിവുകൾ അപ്രത്യക്ഷമായെന്ന് വ്യക്തമായി. ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പരിശോധനയിൽ കണ്ടെത്താനായില്ലെന്ന് പോലീസ് അറിയിച്ചു. മെമ്മറി കാർഡ് കാണേണ്ടതാണെന്നും കാർഡ് ആരെങ്കിലും ഊരിമാറ്റിയതാണോ എന്നും അന്വേഷിക്കുമെന്ന് SHO ജയകൃഷ്ണൻ പറഞ്ഞു. അതേസമയം മെമ്മറി കാർഡിനെ കുറിച്ച് അറിയില്ലെന്ന് ഡ്രൈവർ യദു പ്രതികരിച്ചു. മെമ്മറി കാർഡ് പാർട്ടിക്കാർ ആരെങ്കിലും ഊരി മാറ്റിയതാകാമെന്നാണ് യദു പറയുന്നത്. താൻ ബസ് ഓടിക്കുമ്പോൾ CCTV പ്രവർത്തിച്ചിരുന്നതായും ഡ്രൈവർ യദു പറഞ്ഞു. ബസ് ഓടിക്കുമ്പോൾ റെക്കോർഡിംഗ് എന്ന് കാണിച്ചിരുന്നുവെന്ന് യദു പറയുന്നു. അതിനിടെ മെമ്മറി കാർഡ് ഇല്ലാത്തതിനാൽ അന്വേഷണത്തിന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിർദ്ദേശിച്ചു. KSRTC MD ഇത് പരിശോധിക്കും. സീബ്ര ലൈനു കുറുകെ കാറ് നിർത്തി ഡ്രൈവറെ ചോദ്യം ചെയ്തതിനുള്ള തെളിവ് പുറത്തു വന്നു കഴിഞ്ഞു. എന്നാൽ മറ്റൊന്നിനും തെളിവുമില്ല. എന്നാൽ തെളിവുള്ള മേയർക്കെതിരായ ആരോപണത്തിന് പോലീസ് കേസ് എടുക്കുന്നുമില്ല. തെളിവില്ലാത്ത വാമൊഴി ആരോപണത്തിൽ പോലീസ് കേസ് എടുക്കുകയും ചെയ്തു. ബസ് തടഞ്ഞ് യാത്രക്കാരെ ഇറക്കിവിട്ടെന്ന ആരോപണത്തിൽ KSRTCയും മൗനത്തിലാണ്.